കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ ആകെ ടെൻഷനോടെ വീട്ടിൽ തിരിച്ചെത്തിയ നിധി രാവിലെ ആവുമ്പോൾ എല്ലാവർക്കും ചായ ഇട്ടു തരാമെന്ന് പറയുന്നുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ ചായയുടെ അവസ്ഥയോർത്ത് എല്ലാവരും അത് വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടനോട് ചായ എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു തന്നാ താൻ അതുപോലെ തന്നെ ഉണ്ടാക്കി തരാമെന്ന് നിധി വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് പറഞ്ഞു കൊടുത്ത രീതിയിൽ തന്നെ ചായ ഉണ്ടാക്കുമ്പോഴേക്കും എല്ലാവർക്കും അത് വളരെ ഇഷ്ടമാവുന്നുണ്ട്. എന്നും ചായ തരുന്നത് സുഭാഷ് ഏട്ടനല്ല എന്നും പറഞ്ഞ് ഹരീഷ് ചായ എടുക്കാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിലും അവൻ ഗിഫ്റ്റ് കൊടുത്ത കപ്പിൽ തന്നെ ചായ ഒഴിച്ച് നിധിയും കുടിക്കുന്നുണ്ട്. ഇത് ഹരീഷ് ഏട്ടൻ ഗിഫ്റ്റ് തന്ന കപ്പല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ താൻ അയാൾ ഗിഫ്റ്റായി തന്ന കപ്പിൽ ചായ കുടിക്കുമെങ്കിലും താൻ ഉണ്ടാക്കിയ ചായ അയാൾ കുടിക്കുന്നില്ലെന്ന് നിധി പരിഭവം പറയുന്നുണ്ട്. അത് കേൾക്കെ ഹരീഷും തന്റെ ചായയും എടുത്ത് അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. ചായ കുടിച്ച് എല്ലാവരും സൂപ്പറാണെന്ന് പറയുമ്പോഴേക്കും നിധിക്കും സന്തോഷമാവുന്നുണ്ട്. പിന്നീട് സുധേഷ് തന്റെ അച്ഛന്റെ കൺസ്ട്രക്ഷൻ കമ്പനി നോക്കി നടത്തുന്ന ഒരു ഫ്രണ്ടിനെ കണ്ട് നിധിയുടെ ജോലിക്കാരൻ സംസാരിക്കുന്നുണ്ട്. വലിയ കോടീശ്വരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജോലി ആവശ്യപ്പെടുന്നു എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ ഒരു കോടീശ്വരിയാണെങ്കിലും അവൾക്ക് ജോലിക്ക് പോകണമെന്നാണ് ആഗ്രഹമെന്നും അവളും ആർക്കിടെക്ട് പഠിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗോൾഡ് മെഡലൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നും ഇത്രയെല്ലാം പഠിച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെന്നും എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് പറഞ്ഞുവെന്നും അറിയാത്തൊരു കമ്പനിയിൽ ജോലിക്ക് വിടുന്നതിനേക്കാൾ നല്ലതല്ലേ പരിചയമുള്ള ഒരാളുടെ അടുത്ത് അയക്കുന്നത്, അതുകൊണ്ടാ നിങ്ങളുടെ കമ്പനിയിൽ ഒരു ജോലി ലഭിച്ചാൽ സേഫ് ആയിരിക്കുമെന്ന് വിചാരിച്ചതെന്ന് സുധീഷ് പറയുന്നുണ്ട്. തനിക്കങ്ങനെ ആർക്കും ജോലി വാങ്ങി കൊടുക്കാനൊന്നും അധികാരമില്ലെന്നും അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് തന്റെ അച്ഛനാണെന്നും ആ ഫ്രണ്ട് പറയുമ്പോൾ അവന്റെ അച്ഛനോട് പറഞ്ഞ് നിധിക്കൊരു ജോലി വാങ്ങിക്കൊടുക്കാമോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. സുധീഷിന്റെ പേര് കേട്ടാലേ അച്ഛന് കലിയാണെന്നും ഇനിയിപ്പോ നിന്റെ വൈഫിന് ജോലി വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ തന്നെ വെറുതെ വെച്ചേക്കില്ലെന്നും തന്റെ അച്ഛനെ പറ്റി നന്നായി അറിയില്ലെന്നും അവനും ചോദിക്കുന്നുണ്ട്. അവന്റെ അച്ഛന് തന്നോട് മാത്രമല്ലേ ദേഷ്യമുള്ളൂ എന്നും നിധിയെ അച്ഛൻ അറിയില്ലല്ലോ എന്നും നിധി വളരെയധികം ടാലന്റ് ഉള്ളൊരു കുട്ടിയാണെന്നും ഇന്റർവ്യൂ നടത്തി അവളുടെ ടാലന്റ് മനസ്സിലാക്കിയ നിന്റെ അച്ഛൻ ഉറപ്പായും അവളെ ജോലിക്കെടുക്കുമെന്നും സുധീഷും പറയുന്നുണ്ട്. അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്നും സുധീഷ് എന്ന പേര് കേൾക്കുന്നതേ പ്രശ്നമാണെന്നും അവനും പറയുന്നു. തനിക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് റെഡിയാക്കെന്ന് സുധീഷ് പറയുമ്പോഴേക്കും താനിപ്പോ പോയി ഈ കാര്യം സംസാരിച്ചാൽ അപ്പോ തന്നെ എന്നെയും ജോലിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. നിങ്ങളവൾക്ക് ജോലിയൊന്നും കൊടുക്കേണ്ടെന്നും ഒരേ ഒരു തവണ ഒരു ഇന്റർവ്യൂ മാത്രം നടത്തിയാൽ മതിയെന്നും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെ അവൾക്ക് വലിയ പ്രതീക്ഷ നൽകുമെന്നും കല്യാണവുമായി ബന്ധപ്പെട്ട വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം അവൾ തല പുകഞ്ഞിരിക്കുകയാണെന്നും തനിക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കെന്നും സുധീഷ് പറയുമ്പോഴേക്കും അത് സമ്മതിച്ചോണ്ട് അച്ഛൻ സ്ഥലത്തില്ലെന്നും അദ്ദേഹം തിരിച്ചെത്തിയാൽ ഉടനെ തന്നെ താൻ അത് പറഞ്ഞ് റെഡിയാക്കാമെന്നും അവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്. ആ കിട്ടിയ അവസരം മുതലെടുത്ത് അച്ഛനില്ലാത്ത സമയത്ത് അവനോട് തന്നെ നിധിയെ ഇന്റർവ്യൂ ചെയ്യാനും ജോലിയെല്ലാം അച്ഛൻ വന്നതിനു ശേഷമേ ലഭിക്കൂ എന്ന് പറയാനും നാളെ തന്നെ താൻ അവളെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്നും സുധീഷ് ചോദിക്കുന്നുണ്ട്. അതെല്ലാം വലിയ റിസ്ക് ആണെന്നും അതൊന്നും നടക്കില്ലെന്നും ഫ്രണ്ട് പറയുമ്പോൾ ഇതിൽ റിസ്കിന്റെ കാര്യമില്ലെന്നും ഒരമണിക്കൂർ ഇന്റർവ്യൂവിനായി മാറ്റിവെക്കണമെന്നും ജോലിയൊന്നും വേണ്ടെന്നും ജസ്റ്റ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായാൽ മതിയെന്നും സുധീഷ് പറയുമ്പോഴേക്കും ആലോചനയോടെ നിന്ന് അതൊന്നും ശരിയാവില്ലെന്ന് ഫ്രണ്ട് വീണ്ടും പറയുന്നു. ഇത്രയും സമയം ഓക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പോ നോ പറയുന്നു. നമ്മൾ 15 വർഷമായിട്ടുള്ള കൂട്ടുകാരാണ്, എനിക്ക് വേണ്ടി നിനക്ക് ഇതെങ്കിലും ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ ആലോചനയോടെ ഇരിക്കണ കണ്ട് അവൻ ഓക്കെയാണെന്നും നാളെ തന്നെ താൻ നിധിയെയും കൂട്ടിക്കൊണ്ട് വരാമെന്നും ഇന്റർവ്യൂ എടുക്കെന്നും ജോലിയെല്ലാം അതിനുശേഷം നോക്കാമെന്നും സുധീഷ് പറയുമ്പോൾ അത് സമ്മതിച്ച് അവളെ കൂട്ടിയിട്ട് വായെന്നും ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നാളെ തീരുമാനിക്കാമെന്നും അവൻ പറയുന്നത് കേൾക്കെ ആശ്വാസത്തോടെ അത് മാത്രം മതിയെന്നും അവളെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിച്ചാൽ മാത്രം മതിയെന്നും നാളെ കാലത്ത് 10 മണിക്ക് തന്നെ താൻ അവളെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് സുധീഷ് സന്തോഷത്തോടെ അവനോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് സുധീഷ് ടെക്സ്റ്റൈൽസിൽ കയറി നിധിക്കുള്ള വില കൂടിയ നൈറ്റി എല്ലാം സെലക്ട് ചെയ്യുമ്പോഴാണ് ഒരു ടവൽ വാങ്ങിക്കാനായി ഹരീഷ് അങ്ങോട്ടെത്തുന്നത്. അവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ട് നിങ്ങൾ റിലേറ്റീവ്സ് ആണോ എന്ന് ടെക്സ്റ്റൈൽസിലെ സെയിൽസ് ഗേൾസ് ചോദിക്കുന്നുണ്ട്. തന്റെ അകന്നൊരു ബന്ധുവാണെന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഹരീഷ് ഒരു വില കുറഞ്ഞ ടവൽ എടുത്തത് കണ്ട് അതും കൂടി ചേർത്ത് താൻ ബിൽ പേ ചെയ്യാമെന്ന് സുധീഷ് പറയുന്നുണ്ട്. അവൻ ബിൽ പേ ചെയ്തത് വലിയ കാര്യമായി പറയുമ്പോഴേക്കും അവന്റെ കല്യാണത്തിന് താൻ ചിലവാക്കിയത് 15,000 രൂപയാണെന്ന് ഹരീഷും പറയുന്നുണ്ട്. ഹരീഷ് ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അവൻ വീട്ടിലേക്കാണെങ്കിൽ താനും വരുന്നുണ്ടെന്നും തന്റെ കയ്യിൽ വണ്ടിയില്ലെന്നും സുധീഷ് പറയുമ്പോഴേക്കും ഹരീഷും അത് സമ്മതിക്കുന്നുണ്ട്. അവിടെ നികേഷിനെയും കൂട്ടി നിധി അമ്പലത്തിലേക്കായി പോകുന്നുണ്ട്. അവരെ വഴിയിൽ വെച്ച് കാണുന്ന സുനന്ദയും അവരുടെ കൂടെ കൂടുന്നുണ്ട്. അമ്പലം ചുറ്റുന്നതിനിടയ്ക്ക്
സുനന്ദ നിധിയുടെ വീട്ടുകാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട്. തനിക്കൊരു ചേട്ടൻ മാത്രമാണുള്ളതെന്ന് നിധി പറയുമ്പോൾ താൻ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നും തന്റെ അച്ഛൻ ഗൾഫിലാണെന്നും വീട്ടിൽ താനും അമ്മയും ഗംഗാധരം മാമയും മാത്രമാണ് താമസമെന്നും സുനന്ദ പറയുന്നുണ്ട്. സുധീഷിന്റെ വീട് ഇഷ്ടപ്പെട്ടോന്ന് സുനന്ദ ചോദിക്കുമ്പോൾ തനിക്ക് ഇഷ്ടമായെന്ന് നിധി പറയുന്നുണ്ട്. ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സുഭാഷേട്ടനാണെന്നും സുഭാഷേട്ടൻ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ആണെന്നും സുഭാഷേട്ടൻ ഉള്ളത് കൊണ്ടാണ് ആ വീടൊരു വീടായി നിൽക്കുന്നതെന്നും സുഭാഷേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ അനിയന്മാരുടെ ജീവിതമെല്ലാം കഷ്ടത്തിലായേനെയെന്നും ചെറിയ പ്രായം തൊട്ടേ അമ്മയെപ്പോലെ എല്ലാവരെയും സംരക്ഷിക്കുന്നത് സുഭാഷേട്ടനാണെന്നും ഭാസ്കര മാമ ഇതുപോലെ തന്നെയായിരുന്നു അന്നുമെന്നും പറഞ്ഞ് സുഭാഷിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ട് സുനന്ദ. കടയിലെ സെയിൽസുകളുമായി സുധീഷ് കൊഞ്ചിക്കുഴിഞ്ഞതിന് ബൈക്ക് യാത്രക്കിടെ ഹരീഷ് ചോദ്യം ചെയ്യുന്നുണ്ട്. സുന്ദരിയായ പെണ്ണുങ്ങളോട് പിന്നെ സംസാരിക്കില്ലേ എന്നും അത് മാത്രമല്ല ആ പെൺകുട്ടി രാവിലെ മുതൽ രാത്രി വരെ അവിടെ നിന്നുകൊണ്ടല്ലേ ജോലി ചെയ്യുന്നത്, നല്ല സ്ട്രെസ് ഉള്ള ജോലിയാണതെന്നും നമ്മളെപ്പോലെ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്നവരെല്ലാം ഒരു 10 മിനിറ്റ് അവരോട് ചിരിച്ച് സംസാരിച്ച അവർക്കത് വളരെയധികം സന്തോഷമാവുമെന്നും ഇതെല്ലാം ഒരു സാമൂഹ്യ സേവനമാണെന്നും സുധീഷ് പറയുമ്പോഴേക്കും ദയവ് ചെയ്ത് ഈ സ്വഭാവം നിർത്തിക്കോ അല്ലെങ്കിൽ പണിയായി തീരുമെന്ന് ഹരീഷ് പറയുമ്പോ അവനെന്തിനാ തന്നെ ഉപദേശിക്കാൻ വരുന്നതെന്നും താൻ അവൾക്കൊരു നൈറ്റ് വാങ്ങിക്കാനായി കയറിയതാണെന്നും അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അവളൊരു പാവമാണെന്നും വീട്ടിൽ എപ്പോഴും ചുരിദാർ മാത്രമേ ധരിക്കാറുള്ളൂവെന്നും അതുകൊണ്ടാണ് വീട്ടിൽ ധരിക്കാനായി നൈറ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചതെന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പോഴാണ് ഹരീഷ് സുധീഷിനോടായി താൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമെന്ന് ചോദിക്കുന്നത്. സുധീഷ് എപ്പോഴും സത്യം മാത്രമേ പറയാറുള്ളൂ, ചോദിക്കുന്ന സുധീഷും. സുധീഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, എന്നിട്ട് ഡെയിലി ഞങ്ങളുടെ അടുത്ത് ഉറങ്ങാൻ വന്ന് കിടക്കുന്നത് എന്തിനാന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അത് താൻ പറഞ്ഞതല്ലേ, ചേട്ടന്റെ കല്യാണം റെഡിയാവാതെ താൻ തന്റെ ജീവിതം തുടങ്ങില്ലെന്ന് എന്ന് സുധീഷ് പറയുമ്പോൾ അത് ഞങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ലെന്ന് ഹരീഷും. നിനക്ക് വിശ്വാസമായില്ലെന്ന് വെച്ച് എനിക്കെന്തെങ്കിലും പുതിയ കാരണം ഉണ്ടാക്കാൻ കഴിയോ? എന്താണോ സത്യം അതാണ് താൻ പറഞ്ഞതെന്ന് സുധീഷും. അതൊന്നുമല്ല, വേറെന്തോ കാരണമുണ്ടെന്ന് ഹരീഷ് വീണ്ടും പറയുമ്പോൾ ചേട്ടന്റെ കല്യാണം കഴിയാതെ ജീവിതം തുടങ്ങേണ്ടെന്ന് തന്നോട് പറഞ്ഞത് നിധി തന്നെയാണെന്നും അവൾ നമ്മുടെ ചേട്ടനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളും അവളെ പറ്റി ചിന്തിക്കണ്ടേ, അവളും ഒരു ജോലിക്കായി ശ്രമിക്കുന്നുണ്ടെന്നും ജോലി കൂടി കിട്ടിയ ഒരു പുതിയ ജീവിതം തുടങ്ങാമെന്നും സുധീഷ് പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ഞാൻ വിശ്വസിക്കില്ലെന്ന് ഹരീഷ് തീർത്തു പറയുമ്പോൾ വിശ്വാസമില്ലെങ്കിൽ വേണ്ട, ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്ന സുധീഷും. നിങ്ങൾ എന്തോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട്, താൻ അത് കണ്ടുപിടിക്കുമെന്ന് ഹരീഷും. സുനന്ദ വീണ്ടും അമ്പലം ചുറ്റാൻ ഒരുങ്ങുമ്പോഴേക്കും നിധി നികേഷിന്റെ അരികിലേക്കായി വന്നിരുന്നുണ്ട്. സുനന്ദയ്ക്ക് സുഭാഷേട്ടനെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ചേട്ടനെ അവർക്ക് വലിയ ഇഷ്ടമാണെന്നും ചേട്ടൻ വീട്ടിലുള്ള സമയത്തെല്ലാം അവൾ വീട്ടിലേക്ക് വരാറുണ്ടെന്നും ചേട്ടൻ എവിടെ ഇല്ലെങ്കിൽ ആ പരിസരത്തേക്ക് വരാറില്ലെന്നും നികേഷ് പറയുന്നുണ്ട്. അത് കേൾക്കെ ചേട്ടൻ ഇനി എന്തിനാ വേറെ പെണ്ണ് തിരയുന്നത്, സുനന്ദയെ കല്യാണം കഴിച്ചൂടെ, അവൾക്കും നിങ്ങളുടെ വീടിനെ പറ്റി എല്ലാം അറിയാമല്ലോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഏട്ടത്തി പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും കല്യാണം നടക്കില്ലെന്ന് നികേഷും പറയുന്നുണ്ട്. അതെന്താ, സുഭാഷേട്ടന് ഇഷ്ടമല്ലെന്ന് നിധിയും. സുഭാഷേട്ടന് ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ലെന്നും അവളുടെ വീട്ടുകാർ സമ്മതിക്കില്ലെന്നും അവൾ വീട്ടുകാർ പറയുന്നത് മാത്രമേ കേൾക്കൂവെന്നും അവളുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നും ഗംഗാധര മാമനും അവളുടെ അമ്മയ്ക്കുമൊന്നും നമ്മളെ പിടിക്കില്ലെന്നും അങ്ങനെയുള്ളപ്പോ അവളെ സുഭാഷേട്ടന് കല്യാണം കഴിച്ചു കൊടുക്കില്ലെന്നും നികേഷ് പറയുന്നുണ്ട്. സുനന്ദയ്ക്ക് സുഭാഷേട്ടനെ ഇഷ്ടമാണല്ലോ, സുഭാഷേട്ടന്റെ സംസാരത്തിൽ നിന്നും സുനന്ദയെ ഇഷ്ടമാണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് നിധി പറയുമ്പോ സുഭാഷേട്ടനും ഇഷ്ടമൊക്കെ തന്നെയാ. ഈ ലോകത്തിൽ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുണ്ടാവും എന്ന് വെച്ച് എല്ലാം തന്നെ നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. അവളുടെ വീട്ടിൽ സമ്മതിക്കാൻ ചാൻസേ ഇല്ലെന്ന് നികേഷും പറയുന്നുണ്ട്. അവളെ പറഞ്ഞു സമ്മതിപ്പിച്ചാലോ എന്ന് നിധി ചോദിക്കുമ്പോൾ എടതിയെ പോലെ ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കണമെങ്കിൽ അതിനിത്തിരി ധൈര്യം വേണം. ഇവൾക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ലെന്നും രാവിലെയും വൈകുന്നേരവും എല്ലാം വീട്ടിലേക്ക് വന്ന് സുഭാഷേട്ടനെ കണ്ടിട്ട് പോവാൻ മാത്രമേ അവളെ കൊണ്ട് പറ്റൂവെന്നും ഞങ്ങൾക്കും ആ കല്യാണം നടക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും അവൾ അവളുടെ വീട്ടുകാരെ എതിർത്ത് ഇറങ്ങി വന്ന ആ കല്യാണം നടക്കും, പക്ഷേ അതിനുള്ള ധൈര്യമൊന്നും അവർക്കില്ലെന്നും സുധീഷ് ഏട്ടനെ ഏട്ടത്തിയ വിധിച്ചിട്ടുള്ളത്, സുഭാഷ് ഏട്ടനും ആരെങ്കിലും വിധിച്ചിട്ടുണ്ടാവും എന്ന് നികേഷ് പറയുമ്പോൾ ഇത് നടത്താൻ പറ്റുമോ എന്ന് ആലോചിക്കണമെന്ന് നിധി പറയുന്നുണ്ട്. പിന്നീട് നിധി വീട്ടിലെത്തി റൂമിൽ ബുക്കെല്ലാം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുധീഷ് അവളുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് 2 സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നത്. എന്ത് സർപ്രൈസ് എന്ന് നിധി ചോദിക്കുമ്പോൾ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് സുധീഷും. കുറച്ചു സമയം ആലോചിച്ചിരുന്ന് തനിക്ക് റൂം റെഡിയായോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതല്ലെന്ന് സുധീഷ് പറയുന്ന കേട്ട് നിരാശയോടെ നിധി ഇരിക്കുമ്പോഴേക്കും ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടെന്ന് സുധീഷ് അറിയിക്കുന്നുണ്ട്. അത് കേൾക്കെ നിധിക്ക് സന്തോഷമാവുന്നുണ്ടെങ്കിലും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയല്ലേ, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർ ജോലിക്കെടുക്കുമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമല്ലെന്നും ഓക്കെ ആവാതെ താൻ ഇക്കാര്യം നിധിയോട് വന്ന് പറയോ എന്നും താനല്ല ഇത് സെറ്റാക്കിയതെന്നും എല്ലാം സുഭാഷേട്ടന്റെ പണിയാണെന്നും സുഭാഷേട്ടനെ നല്ലപോലെ അറിയാവുന്ന ഒരു കമ്പനിയാണെന്നും അതുകൊണ്ട് സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നമൊന്നും വരില്ലെന്നും സുധീഷ് പറയുന്നുണ്ട്. നിധിയും സന്തോഷത്തോടെ ഇത്രയും പെട്ടെന്ന് ഒരു ജോലി റെഡിയാവുമെന്ന് താൻ
പ്രതീക്ഷിച്ചില്ലെന്നും സുഭാഷ് ഏട്ടന് ഒരു താങ്ക്സ് പറയണമെന്നും ഇന്റർവ്യൂ താൻ നന്നായി അറ്റൻഡ് ചെയ്യുമെന്നും താൻ ചെയ്ത ചില ഡിസൈൻ വർക്കുകളെല്ലാം തന്റെ മെയിലിലുണ്ടെന്നും പറഞ്ഞ് നിധി സന്തോഷത്തോടെ മൊബൈൽ എടുത്ത് തിരയുമ്പോഴേക്കും രണ്ടാമത്തെ സർപ്രൈസ് എന്താണെന്ന് ഇവള് ചോദിക്കുന്നില്ലല്ലോ എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അവൻ നിധിയോടായി രണ്ടാമത്തെ സർപ്രൈസിന്റെ കാര്യം ചോദിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും നിധിയും സോറി പറഞ്ഞ് രണ്ടാമത്തെ സർപ്രൈസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സുധീഷ് താൻ വാങ്ങിച്ച നൈറ്റി അവൾക്ക് എടുത്തു കൊടുത്തോണ്ട് വന്നത് തൊട്ടേ ചുരിദാറിലാണല്ലോ വീട്ടിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ആ വീട്ടിലിടാൻ നൈറ്റി വാങ്ങിച്ചതെന്നും ഇഷ്ടമായില്ലെന്നും സുധീഷ് ചോദിക്കുമ്പോൾ നിധി ടെൻഷനോടെ നിൽക്കണ കണ്ട് എന്താ കാര്യമെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. താൻ സ്നേഹം കൊണ്ട് വാങ്ങിച്ചതാണെന്നും ഇനിയിപ്പോ ഇതിന്റെ ക്യാഷ് തിരികെ തരാമെന്ന് പറഞ്ഞ് എന്നെ കഷ്ടപ്പെടുത്തതെന്നും സുധീഷ് പറയുന്നുണ്ട്. അതൊന്നുമല്ല കാര്യമെന്നും താൻ ഇതുവരെ നൈറ്റി ധരിച്ചിട്ടില്ലെന്നും തനിക്ക് നൈറ്റി ഇഷ്ടമല്ലെന്നും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ എന്നും തെറ്റായി എടുക്കല്ലേ എന്നും പറഞ്ഞ് നിധി ആ സർപ്രൈസ് ഗിഫ്റ്റ് സുധീഷിന് തന്നെ തിരികെ കൊടുക്കുന്നുണ്ട്. അത് സാരമില്ലെന്ന് പറഞ്ഞ് സുധീഷ് ടെൻഷനോടെ പോവാൻ തുടങ്ങുമ്പോഴേക്കും തനിക്ക് തന്റെ ഡിസൈനിന്റെ എല്ലാം പ്രിന്റ് ഔട്ട് വേണമെന്നും നാളെ ഇന്റർവ്യൂവിന് കൊണ്ടുപോകാനുള്ളതാണെന്നും താനത് സുധീഷിനെ മെയിൽ അയക്കാമെന്നും പ്രിന്റ് എടുത്തു തരാമോ എന്നും നിധി ചോദിക്കുന്നുണ്ട്. അത് സമ്മതിച്ചോണ്ട് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഇന്റർവ്യൂവിന് വിളിച്ചതിന്റെ സന്തോഷത്തിൽ നിധിയും ആവേശത്തോടെ നിൽപ്പുണ്ട്. ജോലി നഷ്ടപ്പെട്ട സുധീഷ് ഒരു വീട്ടിൽ ഡ്രൈവിംഗ് ജോലിക്കായി കയറുന്നുണ്ട്. ആ വീട്ടിലെ മേഡവുമായി പുറത്തു പോകുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം സുധീഷ് അവരുമായി പങ്കുവെക്കുന്നുണ്ട്. അപ്പോഴാണ് സുധീഷ് അവരോട് പെൺകുട്ടികൾക്ക് നൈറ്റി ഇഷ്ടമല്ലെന്ന് ചോദിക്കുന്നത്. നൈറ്റി എല്ലാം ഓൾഡ് ഫാഷൻ ആണെന്നും ട്രെൻഡെല്ലാം മാറിയെന്നും ഇപ്പോൾ എല്ലാവരും നൈറ്റ് ഡ്രസ് ആണ് ധരിക്കുന്നതെന്നും ഇപ്പോൾ എല്ലാവരും അതാണ് യൂസ് ചെയ്യുന്നതെന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ നൈറ്റ് ഡ്രസ്സിന്റെ കാര്യമറിഞ്ഞ സുധീഷ് നിധിക്ക് ഒരു നൈറ്റ് ഡ്രസ്സുമായി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ഉമ്മറത്തിരിക്കുകയായിരുന്ന നികേഷ് അതുകണ്ട് തനിക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണോന്ന് ചോദിക്കുമ്പോൾ നിധിക്കുള്ളതാണെന്ന് പറഞ്ഞ് അവൾക്കത് നൽകുന്നതിന്റെ റിഹേഴ്സൽ എല്ലാം അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. അവൻ റിഹേഴ്സൽ നടത്തി കണ്ണടച്ചുകൊണ്ട് ഇവിടെ നോക്ക്, നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അതിലെ പോവുകയായിരുന്ന അവന്റെ അച്ഛൻ ഭാസ്കരനും അത് കണ്ട് തിരിഞ്ഞു നിന്ന് എനിക്ക് ഗിഫ്റ്റോ എന്ന് സന്തോഷത്തോടെ മനസ്സിൽ പറയുന്നുണ്ട്. ഇത് നോക്കിയിട്ട് നിനക്ക് ഇഷ്ടായോ ഇല്ലേന്ന് പറ. ഇത് ഇപ്പോൾ തുറന്നു നോക്കേണ്ടെന്നും താൻ ഇതിവിടെ വെച്ചിട്ട് പോവാമെന്നും പിന്നീട് തുറന്നു നോക്കിയിട്ട് പറഞ്ഞാൽ മതിയെന്നും സുധീഷ് പറയുമ്പോഴേക്കും സന്തോഷത്തോടെ അത് നോക്കി നിൽക്കുന്ന ഭാസ്കരനും നല്ല സ്നേഹമുള്ള മകൻ, ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കുളിക്കാനായി നടന്നു നീങ്ങുന്നുണ്ട്. അദ്ദേഹം പോയി കഴിയുമ്പോഴേക്കും സുധീഷും കണ്ണു തുറന്ന് തന്റെ റിഹേഴ്സൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അത് സൂപ്പറായെന്നും ഇതുപോലെ തന്നെ അവിടെ ചെന്ന് പറയുന്നു അത് വർക്കൗട്ട് ആവുമെന്നും നികേഷും പറയുന്നുണ്ട്. അവൻ സന്തോഷത്തോടെ ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും നിധി അവിടെ ഇരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അവൾ പഠിക്കുന്നത് കണ്ട് പഠിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ട, പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് സുധീഷ് ഡൈനിങ് ഹാളിൽ ഒരിടത്തേക്ക് അത് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങോട്ട് വന്ന സുഭാഷും ആ കവർ കണ്ട് എന്താ ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും അത് നിങ്ങൾക്കുള്ളതല്ല, തൊടല്ലെന്നും പറഞ്ഞ് സുധീഷ് അത് വേറൊരിടത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങോട്ട് വന്ന നികേഷും ആ കാഴ്ച കണ്ട് അത് ഏട്ടത്തിക്ക് വാങ്ങിയ ഗിഫ്റ്റ് ആണെന്ന് സുഭാഷിനോടായി പറയുന്നുണ്ട്. കൊടുക്കാനായി നികേഷ് പറയുമ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ പഠിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ അച്ഛൻ ഭാസ്കരൻ കുളി കഴിഞ്ഞ് അതിലെ വരുന്നത്. ടവൽ മാത്രം ചുറ്റി അതിലെ വരുന്ന അദ്ദേഹത്തെ സുഭാഷ് വഴക്കു പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു പെണ്ണുള്ളതല്ലേ, ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഡ്രസ്സ് എടുത്തോണ്ട് പോയിക്കൂടെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ആ ചെറിയ ബാത്റൂമിൽ കുളിക്കുന്നത് തന്നെ വലിയ കാര്യം, അവിടെ നിന്ന് കയ്യും കാലും നീട്ടി മര്യാദയ്ക്ക് ഡ്രസ്സ് മാറാൻ പറ്റുമെന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. പോയി ഡ്രസ്സ് മാറി വന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഭാസ്കരൻ തനിക്കാണെന്ന് കരുതി സുധീഷ് നിധിക്കായി വാങ്ങിവെച്ച ആ സർപ്രൈസ് ഗിഫ്റ്റും എടുത്തോണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. നിധി പഠിത്തമെല്ലാം കഴിഞ്ഞ് അവിടെ എഴുന്നേൽക്കുമ്പോഴേക്കും അവളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്ന സുധീഷും അവൾക്ക് ആ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനായി നോക്കുമ്പോൾ ആ കവർ അവിടെ കാണുന്നില്ല. എവിടെ പോയി എന്നറിയാതെ അവൻ ടെൻഷനോടെ അത് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഭാസ്കരനും നിധിക്കായി വാങ്ങിച്ച ആ നൈറ്റ് ഡ്രസ്സും ഇട്ടോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ആ കാഴ്ച കണ്ട് നികേഷും നിധിയുമെല്ലാം പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും സുധീഷും ദേഷ്യത്തോടെ അത് നോക്കി നിൽപ്പുണ്ട്. എന്താ വെച്ചാൽ ലേഡീസിന്റെ ഡ്രസ്സെല്ലാം ഇട്ടോണ്ട് വന്നിരിക്കുന്നെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് ഡാഡിക്ക് വേണ്ടി സ്നേഹത്തോടെ വാങ്ങിച്ചു തന്നതാണെന്നും അതുകൊണ്ടാണ് താനിതിട്ടതെന്നും എങ്ങനെ ഇരിക്കുന്നെന്നും ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. അത് കണ്ട് ചിരിയോടെ നികേഷ് അത് സുധീഷ് ഏട്ടൻ ഏട്ടത്തിക്കായി വാങ്ങിയതാണെന്ന് പറയുമ്പോഴേക്കും എനിക്കോ എന്ന് ചോദിച്ച് നിധിയും അദ്ദേഹത്തെ നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും ദേഷ്യത്തോടെ അച്ഛനെ വഴക്ക് പറയുന്നുണ്ട്. നിങ്ങളോട് ആരാ ഇതെടുത്തിടാൻ പറഞ്ഞേ? അത്രയ്ക്ക് ബോധമില്ലേ നിങ്ങൾക്ക് ഞാൻ എന്തിനാ ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വരുന്നത്? നിങ്ങളിട്ട് ആ ഡ്രസ്സെല്ലാം ഇപ്പോ ലൂസ് ആയിരിക്കുന്നത് കണ്ടോ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ലൂസ് ഒന്നുമല്ല, നല്ല ഫിറ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നതെന്ന് ഭാസ്കരനും. അതങ്ങോട്ട് അഴിക്കെന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയുമ്പോൾ അതൊന്നും വേണ്ട, കുഴപ്പമില്ലെന്നും സുധീഷ് വാങ്ങിച്ച സൈസ് വലുതാണെന്നും ഇത് തനിക്ക് കറക്റ്റ് ആവില്ലെന്നും എന്നെക്കാളും അച്ഛനാണ് ഈ ഡ്രസ്സ് നല്ല ക്യൂട്ട് ആയിരിക്കുന്നത്
പറയുന്നതെന്ന് നിധി ചിരിയോടെ പറയുന്നുണ്ട്. അത് കേൾക്കെ ഭാസ്കരനും സന്തോഷത്തോടെ സത്യമാണോ പറഞ്ഞത്, ശരിക്കും നന്നായിട്ടുണ്ടോ എന്ന് അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുമ്പോഴേക്കും ക്യൂട്ടസ്റ്റ് ആയിട്ടുണ്ടെന്ന് നിധിയും. നോക്കടാ, എന്റെ മരുമകൾ പറഞ്ഞത് കേട്ടില്ലേ, ക്യൂട്ടസ്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇതിനും മേലെ ഇനി എന്തു വേണം? ഇത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എനിക്ക് ക്യൂട്ടായിരിക്കുമെന്ന്. ഐ ലൈക്ക് ഇറ്റ്, ഐ ലവ് ഇറ്റ്. ഓക്കെ, സൂപ്പർ അല്ലേന്ന് നിധിയോട് ഒരു തവണ കൂടി ചോദിച്ചോണ്ട് അദ്ദേഹം അവിടുന്ന് സന്തോഷത്തോടെ നടന്നു പോകുന്നുണ്ട്. അത് കാണാൻ നികേഷും നിധിയും എല്ലാം പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും സുധീഷും ടെൻഷനോടെ അവിടെ തന്നെ നിൽപ്പുണ്ട്. പിന്നീട് നിധി മുറ്റത്തുകൂടെ നടക്കുമ്പോഴേക്കും സുധീഷ് അവളുടെ അടുത്തേക്ക് വന്ന് ആ ഡ്രസ്സ് നിധിക്ക് വേണ്ടി വാങ്ങിയതാണെന്നും അച്ഛൻ അതെടുത്തു പോയതിൽ സോറിയെന്നും വലിയ സൈസാണെന്ന് പറഞ്ഞില്ലേ, താൻ നാളെ കറക്റ്റ് സൈസിലുള്ളത് വാങ്ങിച്ചോണ്ട് വരാമെന്നും പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് കേട്ട് സുധീഷ് തെറ്റിദ്ധരിക്കരുതെന്ന് നിധി പറയുമ്പോഴേക്കും ഇവൾക്ക് തന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയോ? അത് പറയാനാണോ ഇത്രയും മുഖവുര? അപ്പോ നൈറ്റ് ഡ്രസ്സെല്ലാം വാങ്ങിച്ചതിൽ കാര്യമുണ്ടായെന്ന് സുധീഷും സന്തോഷത്തോടെ ആലോചിക്കുമ്പോഴേക്കും തനിക്ക് വേണ്ടി സുധീഷ് ഇനിയൊന്നും വാങ്ങിക്കരുതെന്നും താൻ കാരണം സുധീഷിന് അത്രമാത്രം കഷ്ടപ്പാടുണ്ടായില്ലെന്നും നിധി ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നും അക്കലയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള എല്ലാ ചെലവുകളും കൂട്ടിച്ചേർത്ത് തനിക്ക് ക്യാഷായി തന്നില്ലേ എന്നും അതുകൊണ്ട് ക്യാഷൊന്നും ഒരു പ്രശ്നമേ അല്ലെന്നും സുധീഷ് പറയുമ്പോൾ തനിക്ക് വേണ്ടി സുധീഷ് ധാരാളം അടിയും ഇടിയുമെല്ലാം കൊണ്ടിട്ടില്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ലെന്നും ഒരു ധീരന് അതെല്ലാം സഹജമാണെന്നും സുധീഷ് പറയുമ്പോൾ തനിക്ക് വേണ്ടി ഇനിയൊന്നും വാങ്ങിക്കരുതെന്നും ജോലി കിട്ടിയാൽ താൻ ഇവിടുന്ന് ഉടനെ തന്നെ പോകുമെന്നും എനിക്ക് ഓരോന്ന് വാങ്ങിത്തരുമ്പോൾ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നും ഇങ്ങനെയെല്ലാം വാങ്ങിച്ചു തരാനായി സുധീഷ് എൻ്റെ ആരുമല്ലല്ലോ, നമ്മൾ ശരിക്കും ഫ്രണ്ട്സിനെ പോലെയല്ലേ, അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഡ്രസ്സെല്ലാം വാങ്ങിത്തരുന്നത് അത്ര നല്ലതല്ലെന്നും എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് വാങ്ങിക്കോളാമെന്നും വേറൊന്നും വിചാരിക്കല്ലേ എന്നും പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകുമ്പോഴേക്കും സുധീഷും ടെൻഷനോടെ അവിടെ തന്നെ നിൽപ്പുണ്ട്. പിന്നീട് സുഭാഷിനെ കാണാനായി സുനന്ദ അങ്ങോട്ട് എത്തുമ്പോഴേക്കും നിധിക്കായി വാങ്ങിച്ച ആ നൈറ്റിയെല്ലാം സുഭാഷ് സുനന്ദയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്നും പറഞ്ഞ് സുധീഷ് അതെല്ലാം സുനന്ദയ്ക്കായി കൊടുക്കുന്നുണ്ട്. സുഭാഷ് തനിക്കായി വാങ്ങിച്ചതാണെന്നറിഞ്ഞ് സുനന്ദ സന്തോഷത്തോടെ അതുമായി തന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുമ്പോഴേക്കും സുഭാഷും സുധീഷിനെ വഴക്കു പറയുന്നുണ്ട്. അവൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും, അവളുടെ വീട്ടിൽ ഇതറിഞ്ഞ എന്താ ഉണ്ടാവുക, നീ എന്താ ബുദ്ധിയില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ എപ്പോ നോക്കിയാലും ഒരു ചെറിയ പാത്രത്തിൽ വല്ല കറിയോ മറ്റോ കൊടുക്കും, വല്ലപ്പോഴും വെറൈറ്റിയായി എന്തെങ്കിലും കൊടുക്കണ്ടേ, സുഭാഷ് ഏട്ടൻ വാങ്ങിയതാണെന്ന് അറിഞ്ഞപ്പോ അവൾ എത്ര സന്തോഷത്തോടെയാ അതും കൊണ്ട് വീട്ടിലേക്ക് ഓടിയതെന്ന് കണ്ടില്ലേ എന്ന് ദേഷ്യത്തോടെ നിധിയെ നോക്കിക്കൊണ്ട് സുധീഷ് പറയുന്നുണ്ട്. അവനെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് നികേഷും സുധീഷിനോടായി ചോദിക്കുമ്പോൾ സുഭാഷേട്ടൻ ഏതായാലും സുനന്ദയ്ക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നില്ല, നമ്മൾ സുഭാഷേട്ടന്റെ പേരും പറഞ്ഞു വാങ്ങിക്കൊടുത്താൽ അവർക്കിടയിൽ ഒരു ഇഷ്ടം ഉണ്ടായാലോ എന്ന് സുധീഷ് പറയുമ്പോൾ തനിക്ക് മനസ്സിലായി സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞാലേ ഏട്ടത്തി അമ്മയുടെ കൂടെ സുധീഷേട്ടനും സന്തോഷമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ, അതല്ലേ കാര്യമെന്ന് നികേഷ് ചോദിക്കുമ്പോൾ ചിരിയോടെ അതെ എന്ന് സുധീഷും സമ്മതിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.